Good morning students, welcome to the video. എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. സാധാരണഗതിയിലുള്ള ക്ലാസ് ബി ആംപ്ലിഫയറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലാസ് ബിയിൽ ട്രാൻസിസ്റ്റർ ഹാഫ് സൈക്കിളെ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ ഒന്നുകിൽ പോസിറ്റീവ് ഹാഫ് അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് മിസ്സിംഗ് ആയിരിക്കും. കാരണം ക്ലാസ് ബിയിലെ ട്രാൻസിസ്റ്റർ ഒരു ഹാഫ് സൈക്കിളിനെ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഒരു ഹാഫ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്നുകിൽ പോസിറ്റീവ് ഹാഫ് കിട്ടും അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻ ആണ് തരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. അതായത് ക്ലാസ് ബിയിൽ ട്രാൻസിസ്റ്റർ ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യുന്നത് മൂലം കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നലിന് ഡിസ്റ്റോർഷൻ ഉണ്ട്, എഫിഷ്യൻസി കുറവായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പുഷ് പുൾ ആംപ്ലിഫയർ യൂസ് ചെയ്യും. പുഷ് പുൾ ആംപ്ലിഫയറിനകത്ത് നമ്മൾ രണ്ട് ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് Q1, രണ്ടാമത്തേത് Q2. ഇപ്പോൾ Q1, Q2 എന്ന് പറഞ്ഞ രണ്ട് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ രണ്ട് സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് രണ്ട് പ്രധാനമായിട്ട് Q1 ഉം Q2 ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, T1 ഉം T2. T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻപുട്ട് ട്രാൻസ്ഫോമർ ആണ്. T2 ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ആണ്. T1 ഇൻപുട്ട് ട്രാൻസ്ഫോമർ ആണ്, T2 ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഈ T1ന്റെ യൂസ് എന്ന് പറയുന്നത് ഈ രണ്ട് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉള്ള രണ്ട് ഇൻപുട്ട് സിഗ്നൽ വേണം. അതായത് Q1 ഉം Q2 കണ്ടക്ട് ചെയ്യണമെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉള്ള രണ്ട് ഇൻപുട്ട് സിഗ്നൽ വേണം. നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉള്ള രണ്ട് ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ T1 ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഈ ട്രാൻസ്ഫോമറിന്റെ പേരാണ് ഫേസ് സ്പ്ലിറ്റർ. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉള്ള രണ്ട് സൈൻ വേവ് ഉണ്ടാക്കുന്നു. ഈ രണ്ട് സൈൻ വേവിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ Q1 ഉം Q2 കണ്ടക്ട് ചെയ്യണമെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉള്ള രണ്ട് സൈൻ വേവ് വേണം. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഇൻപുട്ട് ട്രാൻസ്ഫോമർ വരയ്ക്കുക. ആ ട്രാൻസ്ഫോമറിന്റെ രണ്ട് എൻഡും ട്രാൻസിസ്റ്ററിന്റെ ബേസുമായിട്ട് കണക്ട് ചെയ്യുക. ഈ ട്രാൻസ്ഫോമറിന്റെ രണ്ട് എൻഡും ട്രാൻസിസ്റ്ററിന്റെ ബേസുമായിട്ട് കണക്ട് ചെയ്യുക. എമിറ്റർ, രണ്ട് ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ഷോർട്ട് ചെയ്ത് ഗ്രൗണ്ട് ചെയ്തു. അതുപോലെ ഈ എമിറ്റർ VCCയുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ രണ്ടും ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ഒരു ലോഡ് റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വർക്കിംഗ് എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ Q1 കണ്ടക്ട് ചെയ്യും, Q2 ഓഫ് ആവും. ഇപ്പോൾ ഇൻപുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ട്രാൻസിസ്റ്റർ Q1 ഓൺ ആവും, Q2 ഓഫ് ആവും. Q1 കണ്ടക്ട് ചെയ്യും, Q2 കണ്ടക്ട് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. ഓക്കെ, ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. തിരിച്ച് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ Q2 കണ്ടക്ട് ചെയ്യും, Q1 കണ്ടക്ട് ചെയ്തില്ല. Q2 ഓൺ ആവും, Q1 ഓഫ് ആവും. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. ഇപ്പോൾ Q1 കണ്ടക്ട് ചെയ്യുന്ന പോലെ പോസിറ്റീവ് ഹാഫ് കിട്ടി, Q2 കണ്ടക്ട് ചെയ്യുന്ന പോലെ നെഗറ്റീവ് കിട്ടി. ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും ജോയിൻ ചെയ്ത് ഫുൾ സൈക്കിളാക്കി മാറ്റും. അങ്ങനെ ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടും. ഓക്കെ, ഇതാണ് പുഷ് പുൾ ആംപ്ലിഫയർ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഓർത്തിരിക്കണം, ഇതിന്റെ എഫിഷ്യൻസി കൂടുതലാണ്. 78.5% ആണ്. ഇത്
ഈവൻ ഓർഡർ ഹാർമോണിക്സിനെ നീക്കം ചെയ്യും. ഈവൻ ഓർഡർ ഹാർമോണിക്സിനെ ഔട്ട്പുട്ടിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കിട്ടുന്നത് പ്യുവർ എ സി ആയിരിക്കും. അതിനകത്ത് ഡി സി കമ്പോണന്റ് കാണത്തില്ല. നോ ഡി സി കമ്പോണന്റ്. അപ്പോൾ ഇത്രയുമാണ് പുഷ് പുൾ ആംപ്ലിഫയർ. ഇത് എക്സാമിന് ചോദിക്കും. ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻപുട്ട് രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. ഇൻപുട്ട് ട്രാൻസ്ഫോമറിന്റെ രണ്ട് എൻഡ് ട്രാൻസിസ്റ്ററിന്റെ ബേസുമായിട്ട് കണക്ട് ചെയ്യുന്നു. എമിറ്റർ ഷോർട്ട് ചെയ്ത് ഗ്രൗണ്ട് ചെയ്യുന്നു. അതുപോലെ എമിറ്റർ വി സി സിയുമായിട്ട് കണക്ട് ചെയ്യണം. കളക്ടർ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ലോഡ് റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇൻപുട്ട് സിഗ്നൽ വരയ്ക്കുക, ഔട്ട്പുട്ട് സിഗ്നൽ വരയ്ക്കുക. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ പുഷ് പുൾ ആംപ്ലിഫയർ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടേപ്പ് റെക്കോർഡർ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റീരിയോ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ പുഷ് പുൾ ആംപ്ലിഫയറിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.